ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ LBS MCA എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതൊരു 120 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. OMR വാല്യുവേഷൻ ആയിരിക്കും. അതേപോലെ 120 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എക്സാമിന് അരമണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം വിത്ത് അഡ്മിറ്റ് കാർഡ്. അതേപോലെ തന്നെ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ ഒരു ID പ്രൂഫും കയ്യിൽ കരുതണം. ആധാർ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, പാൻ കാർഡ്, സ്കൂൾ ഓർ കോളേജ് ID, ഇതൊക്കെ നമുക്ക് പ്രൂഫായിട്ട് കൊണ്ടുപോകാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് ക്ലിയർ അല്ലാത്തതാണെങ്കിൽ കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബുക്കോ പേപ്പറോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ കാൽക്കുലേറ്റർ, ഫോൺ, ഡിജിറ്റൽ ഉപകരണങ്ങൾ അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ വയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, അതേപോലെ എന്ത് അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് നടക്കുകയാണെങ്കിലും നമുക്കതിന് സസ്പെൻഷൻ കിട്ടും. അതുപോലെ നമ്മുടെ OMR ഷീറ്റിൽ നമ്മുടെ റോൾ നമ്പർ എഴുതേണ്ടതുണ്ട്. അത് നമുക്ക് അഡ്മിഷൻ കാർഡിൽ നോക്കി എഴുതാം. അതിനായിട്ടൊരു സ്പേസ് ഉണ്ടാവും, അവിടെ മാത്രം കൃത്യമായിട്ട് എഴുതുക. അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ OMR ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനും ബബിൾസ് ഫിൽ ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ കറക്റ്റായി നോക്കി എക്സാമിന് മുന്നേ തന്നെ ചെയ്തു വയ്ക്കുക. എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള OMR ഷീറ്റും നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റും നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഹാളിൽ നിന്ന് ഇറങ്ങാൻ കഴിയുക. 120 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ഹാളിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 4 ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. A, B, C, D. ഇതിൽ നമുക്ക് കറക്റ്റ് ഉത്തരം സെലക്ട് ചെയ്ത് അത് ബബിൾ ചെയ്ത് വെക്കണം. ബബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുൾ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഒന്നിൽ കൂടുതൽ ബബിൾ ചെയ്യാതിരിക്കുക. നന്നായിട്ട് ആലോചിച്ച ശേഷം മാത്രം ബബിൾ ചെയ്യുക. നമ്മളത് മാറ്റിയാലോ അതേപോലെ ഒരു ബബിളിൻ്റെ പകുതി മാത്രം ഷെയ്ഡ് ചെയ്താലോ ഒന്നിൽ കൂടുതൽ ബബിൾ ചെയ്താലോ അത് ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും അവർ വാല്യൂ ചെയ്യുക. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനൊപ്പം നമുക്കൊരു ബ്ലാങ്ക് ഷീറ്റ് തരും. അതിലായിരിക്കണം നമ്മൾ റഫ് വർക്കും കാൽക്കുലേഷനും ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ ആൻസർ ഷീറ്റിൽ വരയ്ക്കാനോ വേറെ ഒന്നും ചെയ്യാനോ പാടില്ല. അതുപോലെ നമുക്ക് ഡ്രസ് കോഡൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഓവർ മേക്കപ്പ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതിലേതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ തെറ്റിക്കുകയോ നമ്മൾ ഇംപ്രോപ്പറായി ബിഹേവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യില്ല. മെയിനായി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, അരമണിക്കൂർ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഹാൾ ടിക്കറ്റ്, 2 പെൻ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ID പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അപ്പോൾ ദി ബെസ്റ്റ് ഗൈസ്.